ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പൊതുമധ്യത്തിലെത്തിച്ച മാധ്യമപ്രവർത്തകനും വൈദികനുമായ ഫാദർ സേവ്യർ വടക്കേക്കര കപ്പൂച്ചിൻ നിര്യാതനായി. 72 വയസ്സായിരുന്നു. മാർച്ച് 16-നായിരുന്നു അന്ത്യം. മാർച്ച് 18-ാം തീയതി മൈസൂരിലെ ക്രിസ്തുരാജ ദേവാലയത്തിൽ നടക്കുന്ന മൃതസംസ്കാര ശുശ്രൂഷയുടെ പ്രാർത്ഥനകൾക്കു ശേഷം അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഗവേഷണ പഠനത്തിനായി ശരീരം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് കൈമാറും. തൊടുപുഴ നീലൂർ സ്വദേശിയായ അദ്ദേഹം 1980-ൽ തിരുപ്പട്ടം സ്വീകരിച്ചു. 1981-83 കാലഘട്ടത്തിൽ അസീസി മാസികയുടെ മാനേജിംഗ് എഡിറ്ററും 1984-86 വർഷങ്ങളിൽ ചീഫ് എഡിറ്ററുമായിരുന്നു ഫാദർ സേവ്യർ വടക്കേക്കര. ഭരണങ്ങാനം, ജീവൻ ബുക്സ്, ഡൽഹി, കോഴിക്കോട് മീഡിയ ഹൗസ് എന്നിവയുടെ സ്ഥാപകനാണ് അദ്ദേഹം. കാഴ്ചയിൽ പരിമിതിയുണ്ടായിട്ടും അദ്ദേഹം തന്റെ കുറവിനെ അതിജീവിച്ചുകൊണ്ടായിരുന്നു നിർഭയമായി മാധ്യമപ്രവർത്തനം നടത്തിയത്. ഫാദർ ഡോക്ടർ സേവ്യർ വടക്കേക്കര കപ്പൂച്ചിൻ സന്യാസി സമൂഹത്തിൽ ഒരു കർമ്മയോഗിയായിരുന്നു. ഡൽഹിയിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന ഇന്ത്യൻ കറൻസ് ഏറ്റെടുത്ത് വിജയത്തിലെത്തിച്ചത് അദ്ദേഹമാണ്. ഏറെ കടബാധ്യതകളിലൂടെ കടന്നു പോവുകയായിരുന്ന പ്രസ്തുത പ്രസിദ്ധീകരണം നിർത്തിക്കളയുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതറിഞ്ഞ് അദ്ദേഹം അത് ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രൊജക്ടിന് കീഴിൽ 100ഓളം കമ്പ്യൂട്ടറുകളോടെ ഒരു കമ്പ്യൂട്ടർ ട്രെയിനിംഗ് സെന്ററും അദ്ദേഹം ദില്ലിയിൽ സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഈ പറഞ്ഞതെല്ലാം അദ്ദേഹം ചെയ്യുന്നത് തന്റെ കാഴ്ചശക്തി 70% നഷ്ടപ്പെട്ടതിന് ശേഷമായിരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് ദി ഫിലിപ്പീൻസിൽ ജേർണലിസത്തിൽ ഉപരിപഠനത്തിനായി പോയി തിരിച്ചു വരുമ്പോഴാണ് കാഴ്ചശക്തി നഷ്ടപ്പെടുത്തുന്ന അപൂർവ രോഗം അദ്ദേഹത്തെ ബാധിച്ചത്.